അത് വ്യവസ്ഥാപിതമാക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കളും ദിഷണശാലികളും പരാജയപ്പെട്ടു. ധനികരുടെ ഖജനാവുകളും പൂട്ടിക്കിടന്നു. അനാഥകളുടെ നൊമ്പരങ്ങൾക്കോ വിധവകളുടെ തേങ്ങലുകൾക്കോ അവയെ തുറപ്പിക്കുവാൻ സാധ്യമായില്ല. ഭരണകർത്താക്കളുടെ കൊട്ടാര കൊത്തളങ്ങളും പൂട്ടിക്കിടന്നു. അധ്വാനിക്കുന്ന തൊഴിലാളിക്കോ വിയർപ്പൊഴുക്കുന്ന കർഷകനോ അവയെ തുറപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളും തുറപ്പിക്കുവാൻ ഇവർക്കാർക്കും കഴിയാതിരുന്നതെന്നറിയാമോ? അത് തുറക്കുവാൻ പറ്റിയ താക്കോലുകൾ അവരുടെ കൈവശമില്ലായിരുന്നു. അങ്ങനെ മനുഷ്യനേതിൽ അഭയം തേടണമെന്നറിയാതെ ഏതോ കൂരിരുട്ടിലേക്ക് ആണ്ടുപോകുന്ന സന്ദർഭത്തിൽ നശ്വരങ്ങളായ മനുഷ്യരിൽ നിന്നും നിരക്ഷരനായ ഒരു മനുഷ്യനെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും വിശുദ്ധ ഖുർആൻ എന്ന സ്രഷ്ടാവിന്റെ സന്ദേശം ആ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. ആ സ്രഷ്ടാവിന്റെ സന്ദേശമായ ഖുർആൻ എന്ന താക്കോൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടഞ്ഞോരോ പൂട്ടുകളും അടഞ്ഞു കിടന്ന ഓരോ പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളും ഓരോന്നായി തുറന്നു. ആ ഖുർആൻ എന്ന സ്രഷ്ടാവിന്റെ സന്ദേശം എന്ന താക്കോൽ ചിന്തയെന്ന താഴിലിട്ടപ്പോൾ ചക്രവാള സീമകളിലും സ്വശരീരങ്ങളിലുമുള്ള അനേക ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യ ചിന്തയെ ഉണർത്തുകയും വിഗ്രഹാരാധനയുടെയും മിഥ്യാസങ്കല്പങ്ങളുടെയും അർത്ഥശൂന്യത അവരെ ബോധ്യപ്പെടുത്തുകയും സ്രഷ്ടാവിലേക്കും അവന്റെ ഏകത്വത്തിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുകയും അങ്ങനെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും ജിന്നുമമാരുടെയും എല്ലാം കരാള ഹസ്തങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ കോടിക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുവാൻ അതിന് സാധിച്ചു. വിശുദ്ധ ഖുർആൻ എന്ന സ്രഷ്ടാവിന്റെ സന്ദേശമായ താക്കോൽ മനുഷ്യ ഹൃദയം എന്ന താഴിലിട്ടപ്പോൾ പാപപങ്കിലമായ മനസ്സ്, പാപം വെറുക്കാത്ത, അസത്യത്തെ സഹിക്കാത്ത മനസ്സുകളായി തീർന്നു. എത്രത്തോളം എന്നാൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇനി ജീവിതത്തിൽ മദ്യവിൽപ്പന നടത്തില്ല എന്ന് മദ്യവ്യാപാരികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുവാനും ചുണ്ടോടടിപ്പിച്ച മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിക്കുക പോലും ചെയ്യില്ല എന്ന് മദ്യപാനികളെ കൊണ്ട് സത്യം ചെയ്യിക്കുവാനും വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തിക്കുകയും തൊഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ പോലും ഏറ്റുവാങ്ങുവാൻ മാത്രം അവരെ പരിവർത്തിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്തു.